പാലായിൽ പഠനം നടത്തുന്ന വിദ്യാർത്ഥിയെ 4ഓളം ഗുണ്ടകൾ ചേർന്ന് മർദ്ദിച്ചുവെന്ന് ആരോപണം. ഗുരുതരമായി പരിക്കേറ്റ വിദ്യാർത്ഥിയെ പാലാ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇടമറ്റം മുകളിൽ പീടികയിൽ താമസിക്കുന്ന ഈഴവർ മറ്റത്തിൽ ബിനോയുടെ മകൻ ജിബിനാണ് ഗുണ്ടകളുടെ ആക്രമണത്തിൽ പരിക്കേറ്റത്. രാവിലെ 9:15 സംഭവം. ഇടമറ്റം പ്ലാത്തറയിൽ ബിനോയുടെ നേതൃത്വത്തിലുള്ളവരാണ് ആക്രമിച്ചതെന്ന് ജിബിൻ പറഞ്ഞു. ജിബിന്റെ അയൽവാസിയായ ബിനു രാവിലെ ജിബിന്റെ അമ്മയെ അസഭ്യം പറഞ്ഞത് തടഞ്ഞു. ഇനി അമ്മയെ അസഭ്യം പറയരുതെന്ന് ആവശ്യപ്പെട്ടു. പിന്നീട് പാലായിലെ ജിബിൻ പഠിക്കുന്ന ട്രോണിക്സ് എന്ന സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്ക് പോന്നു. സ്ഥാപനത്തിന് സമീപമുള്ള വഴിയിൽ വെച്ച് ബിനോയുടെ നേതൃത്വത്തിൽ 30 വയസ്സിന് മുകളിലുള്ള 4ഓളം പേർ കമ്പിവടി ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ ഉപയോഗിച്ച് ആക്രമിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു. സ്ഥിരമായി കഞ്ചാവ് ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കൾ വിൽക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുന്നവരാണ് പ്രതികളെന്നാണ് ആരോപണം. മുട്ടിനും തലക്കും ശരീരത്തിന്റെ പല ഭാഗത്തും അടിയേറ്റ് ജിബിൻ താൻ പഠിക്കുന്ന സ്ഥാപനത്തിലേക്ക് ഓടിക്കയറിയതിനാൽ കൂടുതൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞു. സ്ഥാപനത്തിലെ പ്രധാന അധ്യാപകരും മറ്റധ്യാപകരും ചേർന്നാണ് ജിബിനെ പാലാ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. കാൽമുട്ടിനും തലക്കും പരിക്കേറ്റ ജിബിൻ ആശുപത്രിയിൽ ഡോക്ടർമാരുടെ നിരീക്ഷണത്തിലാണ്. തലയുടെ സ്കാൻ റിപ്പോർട്ട് വന്നെങ്കിലേ പരിക്ക് എത്രമാത്രം ഗൗരവമുള്ളതാണെന്ന് പറയാൻ കഴിയൂവെന്ന് ഡോക്ടർ പറഞ്ഞു. ആശുപത്രി അധികൃതർ പോലീസിൽ വിവരമറിയിച്ചു. പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. അവിടെ മദ്യപാനമായിരുന്നു അവരുടെ വീട്ടിൽ. ഇന്നേരം ഉണ്ട് കൂടി. ഇന്നേരം ആ ഒരു കള്ളു കുടിച്ച ഒരു കൊച്ചിൻ്റെ അമ്മ അവിടെ വന്ന് ചോദ്യം ചെയ്തു. ഇങ്ങനെ എന്നെ ഇന്നലെ തലേദിവസം അവിടെ വീട്ടിൽ ചെന്നില്ലെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഡാലിയ എന്നും പറഞ്ഞ് തെറി പറഞ്ഞു. അന്നേരം ഞാൻ ചോദിച്ചു എന്തിനാ എൻ്റെ പേര് പറയുന്നത്, ഞാൻ ആ പുള്ളിക്കാരത്തി എൻ്റെ അമ്മയെ പറഞ്ഞു വിട്ടേന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ചീത്ത പറയുന്നു. എൻ്റെ പെമ്പർനൂറ്റി ആ പുറത്ത് നിൽപ്പുണ്ട്. അവൾ സംരക്ഷിച്ചുകൊണ്ടിരുന്നു. അവിടെ അടി ഉണ്ടാക്കുമ്പോഴെല്ലാം ഓടി വീട്ടിലോട്ടാണ് വന്ന് അവൻ്റെ ജീവിതം ഞാൻ ബുദ്ധിമുട്ടാക്കിയെന്ന് പറഞ്ഞുകൊണ്ട് അവൻ എന്നെ ചീത്ത പറയുന്നു. അവൻ്റെ കുടുംബജീവിതം തകർത്തു. ഞാൻ കാരണം അവൻ്റെ കുടുംബജീവിതം തകർന്നു. i4a ന്യൂസ് പാലാ.